എന്തായി? വക്കീലിനെ വിളിച്ചിട്ട് കിട്ടിയോ? കിട്ടി. എന്താ അദ്ദേഹം പറഞ്ഞേ? ഉടനെ തിരിച്ചു പോകാൻ പറ്റുമോ? അത് എത്ര ദിവസം കരുതിയ ജയിലിലിട്ട പോലെ ഇങ്ങനെ കഴിയാ? കുറച്ച് ദിവസം കൂടി സൂക്ഷിക്കണം. സ്വത്തിന് മാത്രമല്ല ജീവനും കൂടി ഭീഷണിയുള്ള സമയമാ. കേസ് വിളിച്ചാൽ കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാൻ ശർമാജി പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇവിടെ തന്നെ കഴിയണം. മാഡം, ഞാൻ ഇറങ്ങാം. നാളെ കാണാം. കുറച്ച് നാളുകൂടി ഇവിടെ തങ്ങേണ്ടി വന്നാ ഇപ്പൊ തന്നെ ഹോട്ടൽ ബില്ല് നല്ലൊരു തുക പെൻഡിങ്ങാ. ഒരു കാര്യം പറഞ്ഞാ മാഡത്തിന് വിഷമം തോന്നരുത്. തൃപ്പൂണിത്തുറയില് മാഡത്തിന്റെ പഴയ ബന്ധുക്കളാരോ ഇല്ലേ ഇല്ലത്ത്? തൽക്കാലം രണ്ടാൾക്കും അവിടെ താമസിച്ചൂടെ? അവിടെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. മുമ്പ് വല്ലപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അവരുടെ മനസ്സിലെപ്പോഴും ആരാദേവി വലിയ കോടീശ്വരിയാ. ഈ അവസ്ഥയിൽ അവിടെ ചെന്ന് അവർക്കൊരു ഭാരമാവുന്നത് വേണ്ട. തൽക്കാലം നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് മാറാം അമ്മ. ബോംബെയിലല്ലാത്തോണ്ട് പെട്ടെന്നാരും അറിയേയില്ല. തനിക്കെന്നാ പോസ്റ്റ്മാന്റെ പണി കിട്ടിയേ? പോസ്റ്റ്മാനല്ല, കൊറിയർ മേനോൻ. പുതിയ അവതാര. ഒരു പാർട്ട് ടൈം ഇന്ന് ചാർജ് എടുത്തുള്ളൂ. നിന്റെ ഞാൻ സമ്മതിച്ചു. എന്ത് തക്കട തരികട കാണിച്ചാണെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാ നീ. നിന്റെ അച്ഛനെ പോലെയല്ല. ഗതിയില്ലാത്തോണ്ടാ റപ്പായേട്ടാ. നീ ഇരിക്കേ പറയട്ടെ. ഇരിക്കാനും തരില്ല. ഇതായത് നോക്കട്ടെ. ഇരിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ മുടങ്ങിപ്പോയൊരു പഴയ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലടാ. ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇക്കിടന്ന് പാടുപെടുന്നു. അപ്പോഴാ എന്താ എത്ര ധൃതി? ഒന്നുമില്ല. ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ? അല്ല, അതിപ്പോ സമരം എവിടെ എത്താത്തോണ്ട് ജീവിക്കണ്ടേട്ടാ. അതെ, കൂട്ടത്തിലുള്ള തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോ കരിങ്കാലിപ്പണി കാട്ടി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന വർഗബോധമില്ലാത്ത മൂരാച്ചകൾ സമര ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നേട്ടാ, 10-40 ദിവസം ഞാനും ആ സമരപ്പന്തലിൽ വന്നു കിടന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചല്ലേ. നമ്മുടെ മുതലാളിക്ക് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ആ പെറ്റിബോർഷ പോണ്ടിച്ചേരിലെങ്ങാണ്ട് വേറൊരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാറിക്കേ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. കരിങ്കാലിപ്പണി തീർന്നിട്ടില്ലേ? അങ്ങനെ പോവാൻ വരട്ടെ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാ മതി. അയ്യേ, പൊതുവഴിയിലാണോ ഒന്ന് രണ്ടൊക്കെ? പരിസ്ഥിതി മലിനാവൂട്ടോ. പിന്തിരിപ്പൻ മൂരാച്ചികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ പിന്നെയും നുകുത്തുന്ന ഒരുത്തനും വെറുതെ വിടുകയല്ല. നാളെ മുതൽ കരിങ്കാലിപ്പണി ഉപേക്ഷിച്ച് മര്യാദക്ക് സമരപന്തൽ വന്നിരുന്നോണം. അല്ലെങ്കിൽ എന്റെ തനി നിറ നീ അറിയും. അമ്മേ, വലിയൊരു കൊതുക്. പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്തൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഖാവിന്റെ ചുടിരക്തം ഒരു പിന്തിരിപ്പൻ മൂരാച്ച കൊതുക് ഊറ്റിയെടുക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും സഹിക്കൂല. സഖാവേ ക്ഷമിക്കൂ. ആ കൊതുക് രക്തസാക്ഷിയായി പോട്ടെ. തൊഴിലാളിക്കും സിന്ദാബാദ്. വീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. 10 10,000 2 പിന്നാലെ. അവൻ കൊതുകിനെ തല്ലിയത് തന്നെ ആയിരിക്കും അല്ലേ? ഏയ്, നേതാവിനെ തല്ലിയതാവാൻ വഴിയില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ഭാഗ്യത്തിന് വേദനിച്ചില്ല. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം അല്ലേ? വാ. വരൂ, കയറിയിരിക്കൂ. ഇല്ല, ഒരു കൊറിയർ ഉണ്ട് അമ്മയ്ക്കാ. സംശയിക്കണ്ട, പുതിയ ജോലിയാ. പല പല വേഷം കെട്ടലുകളില് ഏറ്റവും പുതിയത്. അമ്മ എവിടെ? കൊറിയർ വരാണ്ടെന്ന് പറഞ്ഞ് ഇത്ര നേരം കാത്തിരുന്നു. കാണാണ്ടായപ്പോ മാത്തനങ്ങളിലും കുട്ടിയാ ഹോട്ടലിൽ അന്വേഷിച്ചു പോയിരിക്കാ. ഹോട്ടലിലെ അഡ്രസ്സിലാ വന്നത്. അവരെ ഈ അഡ്രസ് തന്നെ. വാടക വീടല്ലേ? എന്നിങ്ങോട്ട് മാറി. ഇന്നലെ. കയറിയിരിക്കി, അമ്മ ഇപ്പൊ വരും. ഇല്ല, ഒപ്പിട്ട് തന്നാ മതി, ഞാൻ പോവാ. ഒരു 5 മിനിറ്റ്, ഞാൻ ചായ എടുക്കാം. ആദ്യമായിട്ട് വന്നതല്ലേ. പാലുണ്ടാവില്ല, കുടിക്കുമെങ്കിൽ കട്ടൻ എടുക്കാം. വേണ്ട, കട്ടൻ കുടിക്കാത്തോണ്ടല്ല, കട്ടൻ തന്നെ പതിവ്. പക്ഷെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കണില്ല. അമ്മ വരുമ്പോ പറയ്, ദാ ഇന്ന് ഒപ്പിട്ടുള്ളൂ. ദാ അവിടെ. അവരിങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് പോലും വിഷമം തോന്നണ ചുറ്റുപാടാ. അസംഗോയെ, പോയിട്ട് നാളെ വാ, ഞാൻ ഇത് നോക്കി വെക്കാം. ശരി. ബോംബെയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അന്ന് അവരുടെ സംസാരത്തിന് എനിക്ക് തോന്നി. എന്താ ഏതാ ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് ഞാനും കരുതി. ആൾക്കാരെ ആകട്ടെ തകിടം മറിക്കാൻ മുകളിലിരിക്കുന്ന ആൾക്കൊരു സെക്കൻഡ് മതിയില്ല. നിന്റെ ഇന്നത്തെ ഏർപ്പാടൊക്കെ തീർന്നാ? തീർന്നു.
ഹ, എന്തൊരു പോക്കാത്. ഇവിടെ ചിലരൊക്കെ ഇരിപ്പുണ്ട്. കുറച്ചു ദിവസമായിട്ട് തുടങ്ങിയത് ഓൾഡ് മാന് വട്ട്. ഇങ്ങോട്ട് കയറി നിറഞ്ഞ അത് മതി ഇന്ന്. ഗിരിഗിരിക്ക് ഇളകിയ വെളിച്ചപ്പാടന്മാരൊക്കെ കഷ്ട. വോൾട്ടറങ്ങളുടെ കട ഇരിപ്പുണ്ട്. ഇത് എത്ര ഇഞ്ച് നീളം വരും? ഇതൊരു ഒരടിക്ക് മേലെ വരും. ഇതൊരാളുടെ പള്ളെ കയറ്റിയ ഇതിന്റെ മറ്റേറ്റപ്പുറത്ത് വരുമോ? അത് ആളിന്റെ സൈസ് പോലെ ഇരിക്കും. ഓ, അപ്പൊ ഗിർഗിറിക്ക് ഇത് പറ്റില്ല. ആൾക്ക് ഭയങ്കര വയറാ. ഞാൻ പോവാ. ആ, ഞാൻ കുട്ടിയെ അന്വേഷിച്ച ഹോട്ടലിൽ പോയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോന്നു പറഞ്ഞു. അന്ന് ഹോട്ടൽ ബിൽ സെറ്റിൽ ചെയ്തപ്പോ പണം തികഞ്ഞില്ല. ഒരു 7400 രൂപ ബാക്കി വന്നു. മാഡം ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഇന്ന് GMന്റെ മുഖത്തിരി ഒന്ന് കറുത്തു. ഒരാഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. കുട്ടിയും കൂടെ ഒന്ന് GMനോട് പറയണം. ഞാൻ പറഞ്ഞയാള് കേൾക്കോന്നറിയില്ല. വല്ലാത്ത മുഷിടനാ. എന്നാലും പറഞ്ഞു നോക്കാം. മാഡത്തിന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കാൻ. കടം വാങ്ങിച്ച ശീലമില്ല അവർക്ക്. എന്താ അവരുടെ പ്രശ്നം? ഇത്ര പെട്ടെന്നിങ്ങനെ? പെട്ടെന്നുണ്ടായതല്ല. മാഡത്തിന്റെ ഹസ്ബൻഡ് മരിച്ച അന്ന് തുടങ്ങിയതാ. അങ്ങയുടെ ആദ്യ ഭാര്യയിലെ മക്കളുടെ ഉപദ്രവം. അവർക്കുള്ളതൊക്കെ ആവശ്യത്തിന് എഴുതി വെച്ചിട്ടാ സാറ് മരിച്ചത്. അതും പോരാഞ്ഞ് മാഡത്തിന്റെ സ്വന്തം സേവിങ്സും ചതിയിൽ അവർ കയ്യിലാക്കി. സത്യം പറഞ്ഞ ജീവൻ പേടിച്ചോടി പോന്നതാ. ഒക്കെ വൈകാതെ ശരിയാവുമെന്ന് കരുതിയ ഇത്രയും കാലം ഹോട്ടലിൽ താമസിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചിടത്തുനിന്നൊന്നും സഹായം കിട്ടിയില്ല. കേസ് നടക്കുന്നുണ്ട്. ഒക്കെ കലങ്ങി തെളിയെന്ന് കരുതാ. മാഡത്തിന്റെ കൂടെ ഞാൻ ഒത്തിരി കാലമായിട്ടുള്ളതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അച്ഛന്റെ മരണത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗസ് കീപ്പിംഗ്. അതെ, അവരുടെ ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള ക്യാഷ് ലാലപ്പന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. ഏ ആണോ? ആ, റെസീറ്റ് നിന്റെ തരാൻ പറഞ്ഞിട്ടുണ്ട് ലാലപ്പനോട്. അത് അവർക്ക് കൊടുത്തേക്ക്. പെട്ടെന്ന് എവിടുന്നാ ഇത്ര ഒപ്പിച്ചത്? വർഗീസിന്റെ ബ്ലേഡോ അതോ ഗോപാല മുതലാളിയുടെ കത്തിയോ? പലിശ കയറി ഇത് എവിടെ ചെന്ന് അവസാനിക്ക? ആ, അതൊക്കെ എങ്ങനെ കിടക്കും. സാരല്ല, തൽക്കാലം അവരുടെ കാര്യം ശരിയായല്ലോ. അല്ലെങ്കിൽ നാണക്കേടല്ല അവർക്ക്. ഇയാളെ എനിക്ക് തീരെ മനസ്സിലാവണില്ല. ഇത്ര നേരം സംസാരിച്ചിട്ട് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സച്ചിയാ, നിന്റെ മുമ്പിൽ എച്ചി. ഫോൺ വെച്ചിട്ട് പോയി പണി നോക്കണേ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാണ്ടിരിക്കുമ്പോൾ അവളുടെ ഇതിന്റെ 1.25 രൂപ നമ്മുടെ ആ ജെനീഫർ തരൂട്ടോ. ആ ജ്യോതിക്കുട്ടി അവൾക്കാ വിളിച്ചതേ. കിട്ടിയാ വാങ്ങിച്ചോ? ശരിക്കും പറഞ്ഞ സിനിമയിലോ സീരിയലിലോ ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റൈലൻ പ്രേമം തുടങ്ങാനുള്ള കറക്റ്റ് സിറ്റുവേഷൻ ഇപ്പോ. കണ്ടുമുട്ടിയുടനെ നായകനും നായികയും തമ്മിൽ മുട്ടനൊടക്ക്. അടിച്ചു പൊളിച്ച് നടന്നിരുന്ന നായികയ്ക്ക് സാമ്പത്തികമായി അല്പ ക്ഷീണം പറ്റുന്നു. ഉടനെ കാശിന് വകയില്ലാത്ത നായകൻ തന്റെ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് അവളുടെ കടങ്ങൾ വീട്ടുന്നു. ഹീറോയിന് ഹീറോയോട് അറിയാതൊരു ആരാധന തോന്നുന്നു. പിന്നെ ഡ്യുവറ്റ്, ഗ്രൂപ്പ് ഡാൻസ്. ഒടുവിൽ നായകനെ പണ്ട് മുതലേ സ്നേഹിച്ചിരുന്ന മറ്റൊരു നായിക രംഗപ്രവേശം ചെയ്യുന്നു. അതോടെ 2 നായികമാർക്കിടയിൽ കിടന്ന് നായകൻ വീർപ്പുമുട്ടുന്നു. പിന്നെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി. പണ്ടു മുതലുള്ള നായിക ചില പ്രത്യേക സാഹചര്യങ്ങളാൽ രംഗപ്രവേശം ചെയ്യുന്നില്ലെങ്കിലോ? എങ്കിൽ 2 നായികമാരെയും കിട്ടാതെ നായകൻ കിട്ടിത്തൂങ്ങി ചാവട്ടെ. ചില സമയത്ത് താനൊരു ബുദ്ധൂസ. നോക്കി, ഈ റൊമാൻസും തേങ്ങാപ്പിണ്ണാക്കും ഒന്നും ഇപ്പൊ എന്റെ തലയിൽ കേറില്ല. സകല ലക്ഷറിയോടെയും ജീവിച്ചിരുന്ന ഒരു അമ്മയും മോളും ഇപ്പൊ കാലുകുത്താനുള്ള മണ്ണ് വരെ നഷ്ടപ്പെട്ട് ലൈഫിനെ നോക്കി പകച്ചു നിൽക്കുക. ആ ഒരു റിയാലിറ്റിയെ പറ്റി ഓർത്തിട്ടുണ്ടോ താൻ? ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു ജോലിയാ. പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. ജെന്നി വിചാരിച്ച എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? എവിടെയെങ്കിലും എന്ത് ജോലിയായാലും. സി ജെനിഫർ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പോരാത്തതിന് ഇവര് കുറച്ചാണ് നമ്മുടെ ഗസ്റ്റ് കൂടിയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഐ ആം റിയലി ഹെൽപ്ലെസ്. സർ ഷീസ് എഡ്യൂക്കേറ്റഡ്. നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അക്കൗണ്ട് സെക്ഷനിലോ ഫ്രണ്ട് ഓഫീസിലോ എവിടെയെങ്കിലും തൽക്കാലത്തേക്ക് ഒരു പോസ്റ്റിംഗ് സർ വിചാരിച്ചാൽ നടക്കും. പ്ലീസ്. യെസ് ഐ നോ, ബട്ട് നൗ ഷീ വോണ്ട്സ് ടു ബി എൻഗേജ്ഡ്. അതാ പ്രശ്നം. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഏണിംഗ് ഉണ്ടാവാന്ന് പറഞ്ഞാ വലിയ ഹെൽപ്പാവും. സർ പ്ലീസ്. സി ഐ ആം സോറി, ഫ്രണ്ട് ഓഫീസിലും അക്കൗണ്ട്സിലും ഒന്നും നോ വേ. പിന്നെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ജെന്നിയുടെ സെക്ഷനിൽ ഐ മീൻ ഹൗസ് കീപ്പിംഗിൽ വേണമെങ്കിൽ നോക്കാം. ആ, ഞാൻ സൂപ്പർവൈസറെ വിളിച്ച് പറയാം. ഓ, ഒരൗദാര്യം. GM എന്ന് വെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന ഭാവം.
ഹൗസ് കീപ്പിംഗിൽ ജോലി, വലിയ ഉദ്യോഗമല്ലേ? റൂം വൃത്തിയാക്കുക, കാർപ്പറ്റ് ക്ലീൻ ചെയ്യുക, ബെഡ്ഷീറ്റ് വിരിക്കുക. ഈ ജോലിക്ക് ഇയാളുടെ ശുപാർശ വേണോ? സൂപ്പർവൈസറോട് എനിക്ക് നേരിട്ട് ചോദിച്ചാ പോരെ? ഏയ് എന്താ ഇത്? ഹൗസ് കീപ്പിംഗ് ജോലിക്ക് എന്താ കുഴപ്പം? ഹേയ്, അതൊന്നും ശരിയാവില്ല. നിങ്ങളുടെ അന്തസ്സിന് പറ്റിയ പണിയൊന്നും അല്ലത്. അത് വേണ്ട. എന്താ വേണ്ടാത്തെ? നീ ചെയ്യണ ജോലിയില്ലേ? നീ ചെയ്യണ ജോലി ഞാൻ ചെയ്താൽ എന്താ? ക്ഷീണിച്ചോ? ബട്ട് ഐ എം റിയലി എൻജോയിങ് ദിസ് ജോബ്. ഫ്രണ്ട്സിന്റെ ഒപ്പം പിസയും ബർഗറും ഒക്കെ ആയി അടിച്ചു പൊളിച്ച് നടക്കുന്നതാണ് എൻജോയ്മെന്റ് എന്നാ ഞാൻ ധരിച്ചിരുന്നത്. സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതിന്റെ ഒരു ത്രില്ല് നൗ ഐ ഗോട്ട് ഇറ്റ്. ഇതിപ്പോ തൽക്കാലത്തേക്കല്ലേ. അമ്മയുടെ കേസ് ജയിച്ചാ പഴയതൊക്കെ തിരിച്ചു കിട്ടും പൂജയ്ക്ക്. ഒരുപക്ഷെ ജെന്നി ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി മുമ്പേക്ക് തിരിച്ചു പോവുകയില്ല. ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് വേറെ എവിടുന്നാ കിട്ടാ? ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. മിസ് ചെയ്യാൻ പോണവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുകൂടി ഉണ്ടായി എനിക്കിപ്പോ. വാഗ്ദത്ത ഭൂമിന്ന് എപ്പോഴാ വിളി വരുവാന്നറിയില്ലല്ലോ. പോവാതിരുന്നൂടെ ചെന്നിക്ക്? അയ്യോ, അതെങ്ങനെ? ഇസ്രായേലിലെ മണ്ണിൽ കിടന്ന് മരിച്ചില്ലെങ്കിൽ ഗ്രാൻഡ് പൈക്ക് ഹെവൻ നഷ്ടപ്പെടും. ടെല്ലവീവി പോയി വേറെ പെണ്ണ് കെട്ടി റീത്താന്റെ തിരിഞ്ഞു നോക്കാത്ത ഫ്രിഡിയങ്ങളുടെ മുമ്പിൽ ചെന്ന് റീത്താന്റിക്ക് വിളിച്ചു പറയണ്ടേ ഞാനും എത്തിയിട്ടുണ്ടോ ഇസ്രായേലിലെന്ന്? മമ്മയ്ക്കും ഗ്രാൻഡ്മയ്ക്കും ഒക്കെ ഉണ്ട് ഇതുപോലത്തെ ആഗ്രഹങ്ങൾ. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ ഞാൻ പോയല്ലേ പറ്റൂ. അപ്പോ ഈ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യും? എന്താഗ്രഹങ്ങള്? എനിക്കങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നോട് നുണ പറയണ്ട. ഞാനെന്ന് പറഞ്ഞ തമാശ ഒരിക്കൽ കൂടി പറയട്ടെ. കുറച്ച് മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ള ആൾക്ക് പ്രേമിക്കാൻ വേണ്ട ബാക്കി യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് റെഡി 1 2 3 എന്ന് പറഞ്ഞ പ്രേമം വരുമോ? അതും ഇതുപോലെ അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂരാച്ചിയോട്. എന്നാലും ശ്രമിച്ചാ നടക്കും. ഈ ഉള്ളിലുള്ള ആളെ എനിക്ക് തന്ന ഇയാൾ എന്ത് ചെയ്യും? അടുത്ത ജന്മത്തിൽ എനിക്ക് തിരിച്ചു തന്നാ മതി. പക്ഷെ എന്ന് കരുതി ഈ ജന്മത്തിൽ മൂപ്പരെ ഒറ്റക്കിട്ടിട്ട് പോകാൻ പറ്റൂ? ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളെ യഹോവ കൊണ്ട് തന്നതാ എനിക്ക്. ഈ ഉള്ളിന്ന് ഞാനതെടുത്ത് അങ്ങോട്ട് തരട്ടെ. വാങ്ങുവോ? ഏയ് എന്താ ചെന്നി ഇത്? ഒരു കാര്യം പറയുമ്പോ രണ്ടുപേർക്ക് എങ്ങില്ലാത്ത തിരക്ക്. ഒന്ന് നിർത്തുണ്ടോ? ഞാൻ പറഞ്ഞതിന് മറുപടി ഇതാ. 2 വാൽവ് പോയിട്ടുണ്ട്. ജാമ്പവാൻ പണ്ട് ശ്രീലങ്കയിൽ ആകാശവാണി നടത്തിക്കൊണ്ടിരുന്നപ്പോ ഉപയോഗിച്ച സാധന. പാർട്സ് ഒക്കെ കിട്ടിയ ഭാഗ്യം. ആ പാലസ് റോഡിൽ ടീ കട നടത്തുന്ന കൃഷ്ണക്കമ്പത്തിന്റെയാണ് ഇവിടത്തെ ആദ്യത്തെ റേഡിയോകളിൽ ഒന്നാണ്. ആഹാ, അപ്പൊ ഇതാണോ മാർക്കോണി കണ്ടുപിടിച്ച റേഡിയോ? ആരാ മാർക്കോണി? ആ, നമ്മുടെ തെങ്ങേറ നടക്കാൻ മന്ദവേലപ്പനല്ലേ, അയാളുടെ മൂത്ത മോനൊരുത്തൻ കോണിയായിട്ട് നടക്കല്ലേ, അവനാണ് മാർക്കോണി. അവൻ ഈ കോണിയായിട്ട് നടക്കുമ്പോ ആൾക്കാർ ശല്യം സഹിക്കണം. മാറുകോണി മാറുകോണി. ഞാൻ പറഞ്ഞതിന് മറുപടി താ. എന്താ സേട്ടു പപ്പ ഇയാള് ചോദിച്ചത്? കുന്തം. അതിവിടെ ഇരിപ്പിണ്ടി എടുത്ത് കൊടുക്കുന്ന ഇരുന്നിളിക്കാതൊന്ന് ഉപദേശിക്കണ്ട സേട്ടു പാപ്പ. ഉപദേശിക്ക സച്ചി, നീ നാളെ അതിരാവിലെ എണീറ്റ് പോയി ആ ബോംബെ കൊച്ചിനൊന്ന് പ്രേമിച്ചേക്കണം കേട്ടാ. രാവിലെ 5:45 ഫസ്റ്റ് ബസ്സിനെ പോയി പ്രേമിച്ചേക്കാവേ. കണ്ടപ്പ തന്നെ ഞാനായില്ല വിവറയൂട്ടാ. അല്ലാതെ ഞാനാ? അല്ലെങ്കിൽ കാര്യം പറയുമ്പോ തമാശയാ. എന്താ ആ കുട്ടിക്കൊരു കുഴപ്പം? തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ അമ്മ കേസ് ജയിച്ചാ തീരും. പിന്നെ കോടീശ്വരിയാ. കോടി നടന്ന് കാശ് കടം മേടിക്കാൻ പറ്റൂലെന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവും. ഇതിന്റെ തലയിൽ കളിമണ്ണെങ്കിലും ഉണ്ടാവും ഞാൻ കരുതി. അതുമില്ലേ? കളിമണ്ണെങ്കിലുള്ള ആ തലമണ്ണയിൽ കയറാനാ പറയുന്നത്. നല്ല കാര്യങ്ങളെ സ്നേഹമുള്ളവര് പറയുമ്പോ അനുസരിക്കുക. അല്ലാതെ പെണ്ണ് കെട്ടാത്ത ഈ മണങ്ങന്റെ വാക്ക് കേട്ട ഇയാളുടെ ജന്മം കട്ടപ്പകയാവും. ആ കുട്ടിക്ക് ഒരു പാതി മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇയാളുടെ പാതി മനസ്സൂടെ കിട്ടിയാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. മതി കഥാപ്രസംഗം. പോയ കഞ്ഞിളച്ചു നോക്കി, ഉപ്പാപ്പയ്ക്ക് കുടിക്കേണ്ടതാ.
ഐ ടോൾഡ് യു 1000 times ഈ തെമ്മാടികളുടെ കൂട്ടത്തിൽ വരരുത്, കാണരുത് എന്നൊക്കെ. കം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്താൽ ഐ വിൽ ഫിനിഷ് യു ബിഫോർ ദിസ് നാസ്റ്റി ടോക്സ്. അതെ, ഞങ്ങളോടുള്ള ദേഷ്യം ആ കുട്ടിയുടെ കൈ തീർക്കണ്ട. നീ ആരാടാ ഇതിൽ ഇടപെടാൻ? ഞാൻ ഇവളെ വേദനിപ്പിക്കും, വേണ്ടി വന്നാൽ കൊണ്ടുവെച്ചു. നിങ്ങൾക്ക് പ്രാന്താണ് മനുഷ്യ. ഇവിടെ വന്നു വെച്ച് വിളാരം ചീത്തയാക്കാൻ പോണില്ല, തട്ടിക്കൊണ്ടേ കൂടെ താമസിപ്പിക്കാനും പോണില്ല. ഞാൻ നിങ്ങളുടെ യാത്ര മുടക്കുന്ന് പേടിച്ചിട്ടല്ലേ നിങ്ങൾ ഈ പേപ്പട്ടിയെ പോലെ ഇങ്ങനെ വിരൽ പിടിച്ചിറക്കണത്? എങ്കിൽ ആ പേടി വേണ്ട. ഭൂമിയുടെ ഏത് അറ്റത്തേക്ക് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവെക്കോ, ആരും തടയില്ല. പക്ഷെ പോണതുവരെ അവളിവിടെ വരും, ഞങ്ങളൊക്കെ കാണും, സംസാരിക്കും. അതിന്റെ പേരിൽ ഇവിടെ വേദനിപ്പിച്ചാണ്ടല്ലോ. നിർത്തണോ? കുറെ കാലമായല്ലോ താൻ ബാസ്റ്റർഡ് സൺ ഓഫ് ബാസ്റ്റർഡ് എന്നെ എന്റെ അച്ഛനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി വിളിച്ച് തന്റെ കഴുത്തിന് വിളി തലവണില്ല. പേടിപ്പിക്കല്ലേ, പേടിപ്പിക്കല്ലേ. നിന്റെ ഫാദർ പേടിപ്പിച്ചിട്ട് പേടിച്ചിട്ടില്ല ഈ ഗിർഗറി. താനൊന്ന് പോടങ്ങളവാ. കണ്ടോ ഇത്? കേട്ടിഞ്ഞ പള്ളക്ക് ഗിർഗറി ആരാണെന്ന് അറിയില്ല നിനക്കൊന്നും. ഗിർഗറി കത്തുകൊണ്ട് കളിക്കരുത്, അടുത്ത് വയ്ക്ക്. താൻ പോടോ, താനാ ഇതിന്റെയൊക്കെ പിന്നിൽ. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. തന്റെ ഒരു കോപ്പിലെ കത്തി വിളിച്ചോണ്ടോ ഇയാളെ? എന്നെ ശരിക്കും അറിയില്ല അവന്. അവനെ ഞാൻ ഗിർഗറി അപ്പൂപ്പ. എന്താടാ? ഡോണ്ട് ഡു മോനെ, കത്തികൊണ്ട് കളിക്കരുത്. കയ്യിൽ നിന്ന് പോയാൽ എല്ലാം തീർന്നു. എറിയരുത്, എറിയരുത്. ദേഹത്ത് കൊണ്ട് ചോര വരും. നോ നോ നോ. എന്നാ കൊണ്ട് മീൻ വെട്ടിക്ക. താങ്ക് യു. വേഗം വാ, വേഗം വാ. Pooja, what is this? What are you doing here? I just can't believe Arya Deviയും പൂജയും in such a pathetic situation. എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് കേട്ടിരുന്നു, ബട്ട് ഈ ഒരു അവസ്ഥയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആൻഡ് ഐ വാസ് നോട്ട് ഇൻ സ്റ്റേഷൻ. സ്റ്റേറ്റ് ഷോയിന് യുഎസിലായിരുന്നു. അറിഞ്ഞിരുന്നു. Why don't you call your friends there? At least my dad and mom. വളരെ ക്ലോസ് എന്ന് കരുതിയവരൊക്കെ കൈവിട്ടപ്പോ പിന്നെ ആരെയും വിളിക്കാൻ തോന്നിയില്ല. Oh, it is so pity. മറ്റന്നാ ഇവിടെ ഒരു ഷോ ഉണ്ട്, അതിനു വേണ്ടി വന്നതാണ്. Why don't you join with me? മാഡത്തിന് എന്റെ കൂടെ പാടാ ഈ ഷോയ്ക്ക്. അറ്റ്ലീസ്റ്റ് ഈ മൂഡിനൊരു ചേഞ്ച്. നോ നിതിൻ, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. തന്നെയല്ല, ആ ഓപ്പറേഷന് ശേഷം പാടാറുമില്ലല്ലോ. എങ്കിൽ പൂജയ്ക്കൊന്ന് ട്രൈ ചെയ്തൂടെ? പണ്ട് പാടിയിരുന്നല്ലേ കൊറേശ്ശെ. No, Nidin, I can't. വേറെ ഒന്നുമല്ല, യു ഷുഡ് ഡു സംതിങ് കണക്റ്റഡ് വിത്ത് മ്യൂസിക്. ആ ഹോട്ടൽ ജോലി വേണ്ടല്ലോ. It's all right. Now I'm happy with that job. Okay, I am just suggesting. മുംബൈയില് പണ്ട് ഞങ്ങളുടെ നൈബറായിരുന്ന കേണൽ മേനോനങ്ങളുടെ മോനാ നിതിൻ. കുറെ നാൾ നമ്മുടെ ശിഷ്യനായിരുന്നു. ചില സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് കക്ഷി. പിന്നെ നിറയെ പോപ്പ് ആൽബം. ഇത് പറയാനാണോ ഞങ്ങളൊക്കെ കെട്ടിയെഴുന്നള്ളിച്ച് കടപ്പുറത്ത് കൊണ്ടുവന്നിരുത്തേക്കണേ? പറയട്ടെ? എന്നാ പറയേ, എനിക്ക് തിരക്കുണ്ട്. ചൂടാവല്ലേ മാഷേ, പറയാം. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് ആദ്യമേ ചാടിക്കേറി നോ പറയരുത്. നോന്ന് പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നോന്ന് പറയും. വേണ്ട, ഇയാളോട് പറയുന്നില്ല, നിങ്ങളോട് പറയാം. വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് നിതിനോട് രവീന്ദ്രനാഥ മാഷെ പറ്റിയും നിങ്ങളൊക്കെ പറ്റിയും ഞാൻ പറഞ്ഞു. അപ്പോ നിതിൻ തന്നെയാ ആ ഐഡിയ തന്നത്. രവീന്ദ്രനാഥ മാഷിന്റെ സംഗീതത്തിലെ ഹിന്ദുസ്ഥാനി ടച്ചും ഫോക്ക് ടച്ചും പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ഫ്യൂഷനും ഒക്കെ മിക്സ് ചെയ്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആൽബം. ഭാസ്കരേട്ടന്റെ തബലയും ലൂയി അങ്കിളുടെ ക്ലാർനെറ്റും സൈകാളിക്കട ഹാർമോണിയോ ഒക്കെ ഉപയോഗിക്കണം. പലതരത്തിലുള്ള 10 പാട്ടുകളുടെ ഒരു ആൽബം. രവീന്ദ്രൻ മാഷിന് ഡെഡിക്കേറ്റ് ചെയ്ത് മാഷിന്റെ പഴയ ചങ്ങാതിക്കൂട്ട് ഒരുമിച്ച് കൂടി മാഷിന്റെ മൂത്ത മകൻ സച്ചിദാനന്ദൻ എന്ന സച്ചി കമ്പോസ് ചെയ്ത് പാടുന്ന ആൽബം. ഞെട്ടണ്ട, ഞാൻ പറഞ്ഞത് കാര്യ. അതാ ചാടിക്കേറി നോന്ന് പറയരുതെന്ന് പറഞ്ഞത്. ഒരിക്കലും പുറത്തെടുത്തിട്ടില്ലാത്ത, പറഞ്ഞ് ഞങ്ങളൊക്കെ കേട്ടിട്ടില്ല ഇയാടെ കഴിവുകൾ പുറത്തെടുക്കണം. കമ്പോസ് ചെയ്ത് റെഡിയാക്കിയ നിതിൻ ഹെൽപ്പ് ചെയ്യും നമ്മളെ റെക്കോർഡ് ചെയ്യാനും ആൽബം ഇറക്കാനും. പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ എനിക്ക് നോന്ന് പറയാലോ. ചാടിക്കേറി പറയാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. കൈയ്യോട് മാറ്റി. ഇതൊന്നും നടക്കാൻ പോണില്ല. ഇങ്ങനെയുള്ള മണ്ടൻ സ്വപ്നങ്ങളൊന്നും കാണാനുള്ള നേരം എനിക്കില്ല. അങ്ങനെ അങ്ങ് പോയാലാ? ഈ കൊച്ചു പറഞ്ഞ അത്ര മണ്ട സ്വപ്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛനും തുടങ്ങിയത് ഇങ്ങനെയൊക്കെ തന്നെയാ. ചങ്ങാതിമാരെ വിളിച്ചിരുത്തി പാടുകയും പാട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട്. അത്യാവശ്യം ഹാർമോണിയം വായിക്കാൻ നിനക്കും അറിയാലോ, പാടാനും അറിയാം. ഇവർക്കാണെങ്കിൽ പഴയ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൊടി കെട്ടി എടുക്കുകയും ചെയ്യാം. അതെ,
ഈ പാട്ടിന്റെ സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്റെ അടുത്ത് വരുമെന്ന് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ശരിയാവില്ല. ശ്രമിച്ചാ നടക്കും, ശ്രമിക്കില്ല എന്ന് വാശി പിടിച്ചാ നിവർത്തിയില്ല, ഇല്ലേ? സച്ചി മോനൊന്ന് ആലോചിച്ചു നോക്കും. ചിലപ്പോ ഈ വയസ്സുകാലത്ത് ഇങ്ങനെയാണ് ഞങ്ങൾക്കൊരു നല്ല കാലം വരുന്നതെങ്കിലോ. വയസ്സുകാലത്ത് വല്ല കാലൻ വരാണ്ട് നോക്കും. ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനത്തെ വ്യാമോഹങ്ങൾ ഇനിയും ഒരുപാട് കൊണ്ടുനടക്കണ്ടെങ്കിലേ അതൊക്കെ ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞേക്ക്. വ്യാമോഹങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് ആ കടലെന്ന് ഇന്നാളൊരു ഭ്രാന്തൻ ഈ കടപ്പുറത്ത് എന്ന് പറയണ്ടായിരുന്നു. ഇല്ലടാ ലാലപ്പാ, നീ ആയിരുന്നത്? ഞാനാ. എന്നിട്ട് വാ, നമുക്ക് പോയിട്ട് 100 രൂപ പണിയുള്ള ഒരു പണിക്കും പോണ്ടാട്ടാ. ആൽബോട്ടിച്ചിരുന്നോ, വിശക്കുമ്പോ ഞാൻ ഉരുട്ടി ചവച്ചു തരാം. വിഴുങ്ങണേ.